നമസ്കാരം, വന്ദനം, അല്ലാഹു അക്ബർ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. എല്ലാം കൂടെ ഒരുമിച്ച് പറയുന്നത്. നിങ്ങൾ ഏത് മതസ്ഥയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിച്ചിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ ഒന്നിച്ചാൽ മതി. ഇവിടെ ഏറെ ഇറക്കുന്നതെന്ന് അറിയില്ല. അല്ല, നിങ്ങൾ ആരാ? ഞാൻ ബെഞ്ചമിൻ ബ്രൂണോ. ബെഞ്ചമിൻ വീണോ? ബെഞ്ചമിൻ വീണെന്നല്ല, ബെഞ്ചമിൻ ബ്രൂണോ. ബെഞ്ചമിൻ എൻ്റെ പേരാ, ബ്രൂണോ എൻ്റെ അച്ഛൻ്റെ പേരാ. ബ്രൂണോ എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ ബ്രൂണോ. ബെഞ്ചമിൻ എൻ്റെ പേര്, ബ്രൂണോ അച്ഛൻ്റെ പേര്. ബ്രൂണോ. ആ, ബ്രൂണോ. ഈ ബ്രൂണോ എന്നൊക്കെ പട്ടിക്കിടുന്ന പേരല്ലേ? എൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ടിറ്റോ. ഫിഗറാ. ഈ തേങ്ങയിട്ട് ഇങ്ങനെ ചെറിയുമ്പോഴത്തേക്ക് ഒരു ശബ്ദം ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു പട്ടിയുണ്ട്. പഗ് പഗ് പഗ്. ആ. പക്ക ഷേപ്പാണ്. ഞാൻ തന്നെ ഇടയ്ക്ക് കാണുമ്പോൾ ചിരി വരും. അല്ല, ഇപ്പൊ എന്താ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം? പറയാം. ആ രണ്ട് മാന്യന്മാർ ഒന്ന് വരൂ. അവര് മാന്യന്മാര്. വശത്തേക്ക് മനസ്സിലായോ? മാന്യന്മാരെ കണ്ടറിയാം. അതെ, മനസ്സിലായി. കണ്ടറിയാം. വരൂ വരൂ. ഇങ്ങോട്ട് വന്നു. ഇപ്പൊ നിങ്ങളോടും കൂടെ പറയാനുള്ള എന്തോ കാര്യമാണ്. സുധി. അതെ അതെ സുധി. ഉല്ലാസ്. അതെ അതെ, ഞാൻ കാണാറുണ്ട് പരിപാടി. സന്തോഷം. അല്ല, എന്താ ഇവിടെ വന്ന ഇപ്പൊ? ഇതെങ്ങനെയുണ്ട്? നല്ല വർക്ക് അല്ല, നല്ല ഡിസൈൻ, നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. ഇതെവിടെ നിന്ന് വാങ്ങിച്ചേ? പറയാം. നല്ല വർക്ക് അല്ലേ? നല്ല വർക്കാ. മാഡം എങ്ങനെ വന്നത്? തിരുവല്ലത്ത് നിന്ന് കറങ്ങി വന്നോ അതോ കരമനയിൽ കൈമന അങ്ങനെ? കരമനേന്നാ വന്നത്. ആ വന്ന സമയത്തൊരു സാധു മനുഷ്യൻ സൈഡിൽ നിൽക്കുന്ന കണ്ടില്ലായിരുന്നല്ലേ? ഇവിടെ കൊറേ ആളുകൾ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ആരെയും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നിങ്ങൾ ഡ്രൈവർ ശ്രദ്ധിക്കണമായിരുന്നു. ആ, അതായത് അവിടെ ഒരു സാധു ബെഞ്ചമിൻ ബ്രൂണോ നിന്നപ്പോ നിങ്ങളുടെ കാറ് ചെളി തെറിപ്പിച്ചതാ? അതെ അതെ. 28 വർഷമായിട്ട് പല ഇന്റർവ്യൂവിനും പോയിട്ട് ജോലി കിട്ടാതിരിക്കുന്ന അവസരത്തിൽ ഒരു സാധു മനുഷ്യൻ, ഒരു മനുഷ്യത്തുള്ള മനുഷ്യൻ ജോലി തരാന്ന് പറഞ്ഞ് ആ ജോലിക്ക് പോകാനായിട്ട്, അതായത് ഇന്റർവ്യൂവിന് പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് മേഡത്തിന്റെ കാർ ഇങ്ങനെ ചെളി തെറിപ്പിച്ചിട്ട് പോയത്. അതിപ്പോ ഇത് നനച്ചിട്ടോണ്ട് പോയാ മതിയല്ലോ. എങ്ങനെ? ഇത് നനച്ചിട്ടിട്ട് പോയാ മതിയല്ലോ. കറക്റ്റ്. നനച്ചിട്ടിട്ട് പോയാൽ മതി. ഞാൻ ഒരു 3/4 മണിക്കൂർ യാത്ര ചെയ്താൽ എൻ്റെ വീട്ടിലോട്ട് എത്തുള്ളൂ. 3/4 മണിക്കൂർ യാത്ര ചെയ്ത് വീട്ടിൽ ചെന്ന് ഇതിനെ നനച്ച് തേച്ച് റെഡിയായി അങ്ങ് പോകുന്നിടം വരെ ക്ഷമിച്ചിരിക്കാൻ അതെന്റെ കുഞ്ഞമ്മയുടെ മാപ്പിളയല്ല. മനസ്സിലാക്കണം. ഒരു സാധു മനുഷ്യനാണ്. എൻ്റെ ഗതികേട് ഓർത്ത് എനിക്ക് ജോലി തരാം എന്ന് വിചാരിച്ചൊരു മനുഷ്യത്തുള്ള മനുഷ്യനാണ്. അതിനിപ്പോ ഇയാൾക്ക് ജോലി കിട്ടുമെന്ന് എന്താ ഉറപ്പ്? എന്ത് ചോദ്യമാണ്? ജോലി കിട്ടുന്ന എന്താ ഉറപ്പെന്ന്? അതായത് ആകാശത്തിന് കീഴിലുള്ള സർവ്വ ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞേ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരളത്തിൽ ആദ്യമായിട്ട് മെട്രോ വന്നത് കൊച്ചി, കേരളത്തില് തലസ്ഥാനം തിരുവനന്തപുരം, ആദ്യത്തെ കൊടുമുടി അതായത് ആനമുടി, എല്ലാം പഠിച്ചു. എന്റെ ചേട്ടാ, ഇതൊക്കെ ഈ നഴ്സറി പഠിക്കുന്ന പിള്ളേർക്ക് വരെ അറിയുന്ന കാര്യങ്ങളാ. ഇതൊക്കെ വലിയ കാര്യമാണ്. ഇന്റർവ്യൂവിന് പോണേ. പിന്നെന്താ നിങ്ങൾ ചോദിക്കും. ഞങ്ങൾ എന്ത് ചോദിച്ചാലും ആകാശത്തിന് കീഴിലുള്ള എന്തിനെ കുറിച്ച് ചോദിച്ചാലും, ആകാശത്തിന് കീഴിലുള്ള എന്ത് സംഭവം ചോദിച്ചാലും ഞാൻ മണിമണിയായിട്ട് ഉത്തരം പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ചോദിച്ചോ. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതാര്? സുനി. എന്റെ മാമന്റെ മോൻ സുനി. ഞാന് അത് കാണാതെ പോയി. അവൻ കണ്ടുപിടിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു. ചത്താലും മറക്കില്ല. ഞാൻ ചത്താലും മറക്കില്ല. സുനി ഏത് ജോലിയും കിട്ടും, ഏത് ജോലിയും കിട്ടും. അതിനുള്ള യോഗ്യത ഉണ്ട്. ഇമാതിരി ഉത്തരവാണെങ്കിൽ ആകാശത്തിന്റെ കീഴിൽ നിന്ന് എവിടുന്നും കിട്ടും. ആകാശത്തിന് കീഴിലുള്ള ബാക്കിയുള്ള ചോദ്യം ചോദിക്കാം. അറബിക്കടലിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്? വളരെ പ്രസക്തമായ ചോദ്യം. എങ്ങനെ ചോദ്യം? ഇന്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ചോദ്യം. അറബിക്കടലിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്? ഇന്നലത്തെയാണോ ഇന്നത്തെയാണോ? ഏതാ ഉദ്ദേശിച്ചത്? അത് പറയും. ഇന്നലത്തെ. രാവിലത്തെയാണോ അതോ ഉച്ചക്കത്തെയാണോ? രാവിലത്തെ. ഇന്ന് രാവിലത്തെ. 1,03,00,000 1 ഔൺസ് കുറവ്. അതിന്റെ 1 ഔൺസ് കുറച്ച് എന്താ? ഇയാൾക്ക് ദാഹിക്കുമ്പോ ഇയാൾ അണ്ണാക്കോട്ട് ഒഴിച്ചേരാൻ മാറ്റി വെച്ചേക്കാം. ഇപ്പം വേണോ അത് പിന്നീട് വേണം? മാറ്റി വെച്ചതാണ്. എന്തായിരുന്നാലും എനിക്ക് നഷ്ടപരിഹാരം വേണം. ഇവിടെ എന്താ ജോലി? എന്തെങ്കിലും ജോലി തന്നാലും മതി. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല. ഞങ്ങൾക്ക് തന്നെ ഇവിടെ പണിയില്ല. ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു 1.5 ലക്ഷം കിട്ടുന്ന ഒരു എനിക്ക് മുട്ടിന് തേയ്മാനം ഉള്ളതുകൊണ്ട് നടന്ന് ജോലി ചെയ്യാൻ പറ്റും. MD-യുടെ ജോലി മതി നിർബന്ധിക്കുകയാണെങ്കിൽ. ചാനലിന്റെ MD ആയിട്ടുള്ള ജോലി മതി അല്ലേ? അത് മതി. പക്ഷെ എന്ത് ചെയ്യാൻ? ഇപ്പൊ നമുക്ക് ഓൾറെഡി ഒരു MD ഉണ്ട്. ഉണ്ടോ? 2 MD ആയ കുഴപ്പമുണ്ടോ? ഇവിടെ 3 MD വരെ ഉണ്ട്. ഓക്കെ. അപ്പൊ വേറൊരു ജോലി പറയൂ. എന്താ? എനിക്ക് വേറെ ജോലി ഞാൻ ആലോചിച്ചിട്ട് ചേട്ടാ, ഇവിടെ ഒരു
സെക്യൂരിറ്റിയുടെ ഒഴിവാണ് ഉള്ളത്. ഒരു സെക്യൂരിറ്റിയുടെ ഒഴിവുണ്ട്. അച്ഛേ അതൊക്കെ ഭയങ്കര ഭാരമുള്ള ജോലിയല്ലേ, അല്ലല്ല. എനിക്ക് മുട്ടിന് തേയ്മാനമുണ്ട്. അല്ല, അല്ലെങ്കിൽ അത് ഈ പുള്ളിക്ക് പറ്റൂല. അതെന്ത് പറ്റാത്തത്? അതിന് നല്ല ഒരു ഹൈറ്റും 6-6 അടി വെയിറ്റും. പൊക്കം പൊക്കം വേണം. വേണം. ആരെങ്കിലും ഫ്രണ്ടി വന്നിട്ട് ആരാ എന്ന് ചോദിച്ചാ, എന്തിനാ എന്ന് ചോദിക്കാനുള്ള ഒരു പവർ ഉണ്ടാവും. അതാണ്. എന്താ അത്? ആടാന്ന് ചോദിക്കുമ്പോ ആരാ എന്തിനാ എന്ന് ചോദിക്കാനുള്ള ഒരു വിൽ പവർ ഉണ്ടാവും. കണ്ടാലൊരു പേടിയൊക്കെ തോന്നണം. അതിന് പറ്റിയ ഒരാളുണ്ട് എൻ്റെ കയ്യിൽ, ആരാ? എന്റെ ഭാര്യ. അടിപൊളി. അവളുടെ അടുത്ത് ആടാന്ന് ചോദിച്ചാൽ അവൾ എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്, വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. അത് ക്ഷമിച്ചോണം, അത് പറ്റില്ല. ഒരു കാര്യം, താങ്കൾക്ക് ഇവിടെ ജോലി ഇല്ല. വേണ്ട ജോലിയില്ല, വേണ്ട നഷ്ടപരിഹാരം വേണം. നഷ്ടപരിഹാരം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നഷ്ടപരിഹാരം എന്ന് പറയുമ്പോൾ ഒരു 50,000 രൂപ മതി. അത്രേ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ. 50,000. 50,000 രൂപയോ? ഒന്ന് ഓടാ അവിടുന്ന്. എന്ത്? ഈ ഒരു ഷർട്ടിന് 300 രൂപ. 300 രൂപ വിലയുള്ള ഷർട്ടിന് നഷ്ടപരിഹാരം 50,000 രൂപ. ശരി, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒറ്റയടിക്ക് 5 രൂപ കുറച്ച് 45 രൂപ. 45,000 രൂപയോ? 45 രൂപ ഒന്നും തരാനില്ല. പിന്നെ എത്ര തരാൻ പറ്റും ന്യായമായിട്ട് പറ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരൊറ്റ ഉത്തരം. ആണെങ്കിൽ ഒരു 2,000 രൂപ കൊടുക്കാം നഷ്ടപരിഹാരം. മാന്യമായിട്ട് 3 ഷർട്ട് മേടിക്കും. നടക്കില്ല. നിങ്ങൾക്ക് ആള് മാറിപ്പോയി. അച്ഛേ നടക്കില്ല. ആ, നടക്കില്ല. നിങ്ങൾക്ക് ആള് നടക്കില്ല, വേഗം പോണം. മോശം, അത് മോശം, മോശമില്ല, ഒരു മോശമില്ല. വളരെ മോശം. മാന്യമായിട്ട് 2,000 രൂപ കൊടുക്കുക. മാറി. അത് ഒരു കാര്യമില്ലാണ്ട് നമ്മളാണോ ചെയ്തതെന്ന് പോലും അറിയില്ല. കുഴപ്പമില്ല, പൊക്കോളൂ. അപ്പൊ നിങ്ങൾ പൊയ്ക്കോ. പൊക്കോളൂ. 2,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പൊ സമ്മതം അല്ലെങ്കിൽ പൊയ്ക്കോ. അത് മോശമാണത്. ഞങ്ങൾ സഹിച്ചു, ഞങ്ങളുടെ മോശം ഞങ്ങൾ സഹിച്ചു. 50,000 നിന്ന് ഒറ്റയടിക്ക് 2,000 വന്നത്. അതാണ് ഒന്ന് ആലോചിച്ചു. നമ്മള് ഈ 100 തുടങ്ങിയത്. ഷർട്ടിൽ ചെളി വീണാനാണ് നിങ്ങൾക്ക് നഷ്ടപരിഹാരം വേണ്ടത്. അതെ, ഒരു 4 ഷർട്ട് വാങ്ങിക്കാനുള്ള പൈസ ഇല്ല അത്. 2,000 രൂപ. ആ, ശരി, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 2,000 ഓക്കെ. അല്ല, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 2,000 ഓക്കെ. ഇത് നേരത്തെ പറഞ്ഞാൽ പോലെ. നേരത്തെ ഞാൻ പറയണ്ടായിരുന്നു. ഞാൻ സത്യം ഇനി അങ്ങോട്ട് പോയില്ല, അതുകൊണ്ടാണ്. ഈ പരിപാടി നടന്നില്ല, സൂപ്പർ കേട്ടാ, അടിപൊളി. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അശ്വതി പിടിച്ചു. താങ്ക് യു ചേട്ടാ. ഇറങ്ങാം. ഇറങ്ങാം ഇവിടുന്ന്. ഇവിടെ വേറെ ഫ്ലോറിൽ വേറെ ഷൂട്ട് നടക്കുന്നുണ്ട്. ആനീസ് കിച്ചൻ എന്ന് പറഞ്ഞ പരിപാടി ഇന്ന് തൊട്ട് താഴെ. കൺഗ്രാറ്റുലേഷൻ, സർപ്രൈസ്. ഓക്കെ. ഐ മസ്റ്റ്ലി കം അഗൈൻ. അപ്പോ ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. അല്ല, ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? എന്താ? എന്തിനാ അങ്ങോട്ട് പോകുന്നത്? കൈമനത്ത് നിന്നപ്പോ മേഡത്തിന്റെ കാർ ചെളിതെറിപ്പിച്ചായിരുന്നല്ലോ, തൊട്ട് ബാക്കിൽ നിന്ന് ആനയുടെ കാർ വന്നായിരുന്നു, അതും ചെളിതെറിപ്പിച്ചു. ഒരു സ്ഥിരം പരിപാടിയാണ്. ഓക്കെ ഓക്കെ ശരി, Okay, ശരി, thank you. ശരി, ശരി. Relax. ഓക്കെ ഓക്കെ. ആയിക്കോട്ടെ.